എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS നഴ്സിംഗിന് ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികളുടെ കറക്ഷൻ ഡേറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും അവരവരുടെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ കറക്ഷൻ ഇല്ലാത്ത കുട്ടികളൊക്കെ നിങ്ങളുടെ ഡേറ്റയും കാര്യങ്ങളൊക്കെ റീചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം ബട്ടൺ അമർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടെൻറ്റേറ്റീവ് സ്കെഡ്യൂൾ അനുസരിച്ചുള്ള ഡേറ്റിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തില്ല. ഇനിയും വൈകാനുള്ള സാധ്യതയാണ് കാണുന്നത്. 2 റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരിക, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും മെയിൻ റാങ്ക് ലിസ്റ്റും. അതിനുശേഷമായിരിക്കും ഓപ്ഷൻസ് നൽകാനുള്ള അവസരം ലഭിക്കുക. അപ്പോൾ എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരേപോലെ ഇൻഡെക്സ് മാർക്ക് വരുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക് ഒരേപോലെ ഇൻഡെക്സ് വരുവാണെങ്കിൽ ഒരേ റാങ്ക് ആയിരിക്കത്തില്ല, വ്യത്യസ്തമായിട്ടുള്ള റാങ്ക് ആയിരിക്കും ലഭിക്കുക. ഒരേപോലെ ഇൻഡെക്സ് വന്നു കഴിഞ്ഞാൽ ആദ്യം അവർ സെക്കൻഡ് ഇയറിലെ ബയോളജി മാർക്കായിരിക്കും പരിഗണിക്കുക. ആ മാർക്ക് നോക്കിയിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ അതനുസരിച്ചായിരിക്കും അവർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള റാങ്കുകളായിരിക്കും ലഭിക്കുക. ഇപ്പോൾ ഒരേപോലെ ഇൻഡെക്സ് മാർക്ക് കിട്ടിയാൽ പോലും റാങ്ക് വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള റാങ്ക് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അവർ ചെക്ക് ചെയ്യുന്നത് സെക്കൻഡ് ഇയറിലെ ബയോളജിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾ ആരാണ് എന്നുള്ളതാണ് നോക്കുക. അങ്ങനെ ബയോളജി സ്കോർ നോക്കിക്കഴിയുമ്പോൾ അതിലും ഒരേപോലെ മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ ചെക്ക് ചെയ്യുന്നത് സെക്കൻഡ് ഇയറിൽ തന്നെ കെമിസ്ട്രിയുടെ മാർക്കായിരിക്കും നോക്കുക. അതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് നോക്കും. അതിനുശേഷം അതിലും തുല്യമായിട്ട് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിലെ ഫിസിക്സ് ആണ് അവർ ചെക്ക് ചെയ്യുന്നത്. പിന്നെയും തുല്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ടോട്ടൽ മാർക്കാണ് നോക്കുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്കോർ ലഭിച്ചിരിക്കുന്ന ആർക്കാണെന്ന് നോക്കും. അതനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതിലും തുല്യത വരുവാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിലെ ഇംഗ്ലീഷിൻ്റെ സ്കോറാണ് പരിഗണിക്കുക. അപ്പോൾ പല കുട്ടികളും ചോദിച്ചിരുന്നു, റിവാലുവേഷനൊക്കെ കൊടുത്തതിന് ശേഷം ഇംഗ്ലീഷിൻ്റെ സ്കോർ കൂട്ടി കിട്ടി, അപ്പോൾ ആ സ്കോർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ആ സ്കോർ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇങ്ങനെ തുല്യത വന്നു കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷിൻ്റെ സ്കോറും പരിഗണിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്തും തുല്യത വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ ചെക്ക് ചെയ്യുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പരിഗണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഏജ് കൂടുതലുള്ള കുട്ടികൾക്കായിരിക്കും റാങ്കിൽ മുൻഗണന ലഭിക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 6 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഓരോ കുട്ടികൾക്ക് റാങ്ക് ലഭിക്കുക. അപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ അകത്ത് ഒരുപാട് കുട്ടികൾക്ക് ഒരേപോലെ ഇൻഡെക്സ് മാർക്ക് വരുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഈ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക് യു.